അൻവറിന്റെ പ്രതീക്ഷയ്ക്കും ഇതുണ്ട്. NDAക്കും കഴിഞ്ഞ തവണ പോയ വോട്ട് കൂടും. LDFനെ സംബന്ധിച്ചിടത്തോളം സ്വരാജിന് ഏത് തരത്തിലേക്ക് വോട്ട് പിടിക്കാൻ കഴിയും എന്നുള്ളത് 1420 വോട്ടുകളായി ഷൗക്കത്തിന്റെ ലീഡ് നിലയിൽ മാറ്റമുണ്ടാവുന്നു. മൂന്നാം റൗണ്ടിന്റെ കൗണ്ടിംഗ് ആണ്. അത് പൂർണ്ണമായിട്ടില്ല, പൂർണ്ണമായ ചിത്രമല്ല. പക്ഷേ മൂന്നാം റൗണ്ടിലേക്ക് വരുമ്പോൾ ഷൗക്കത്ത് വീണ്ടും ലീഡ് നില ഉയർത്തുന്നു എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ വരുന്ന 3 റൗണ്ടുകളും പൂർണ്ണമായും വഴിക്കടവാണ്. 4ാം റൗണ്ടിലേക്ക് വരുമ്പോൾ വഴിക്കടവും മൂത്തേടവും എണ്ണും. പക്ഷേ അവിടെയും UDF ലീഡ് പിടിക്കും. 4, 5, 6 റൗണ്ടുകളിലെല്ലാം UDFന് വലിയ മജോറിറ്റി കിട്ടിയേ മതിയാവൂ. എന്നാൽ മാത്രമേ ആ പ്രതീക്ഷകൾക്കൊപ്പം മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയൂ. കാരണം മൂത്തേടത്തും വഴിക്കടവിലും അടക്കം UDFന് വലിയ ഭൂരിപക്ഷം ഉണ്ടാകുന്ന ഇടതുമുന്നണി തന്നെ പ്രതീക്ഷിക്കുന്ന ഇടമാണ്. അതുകൊണ്ട് അവിടെ വലിയ ഭൂരിപക്ഷം വന്നേ പറ്റൂ. പക്ഷേ ഇവിടെയെല്ലാം അൻവറിന്റെ ഫാക്ടർ നിർണായകമാണ്. അൻവർ ഏതു രീതിയിൽ അൻവർ എന്ന ഫാക്ടർ വർക്ക് ചെയ്യുന്നു എന്ന ചോദ്യമാണ്. ചോർത്തുന്ന വോട്ടുകൾ എന്നതാണ്. എന്തായാലും ഇതുവരെയുള്ള പൊതുചിത്രം പരിശോധിക്കുമ്പോൾ അൻവർ ഏറ്റവും അധികം സ്വാധീനിച്ചിരിക്കുക UDFന് നഷ്ടമായിട്ട് തന്നെ എന്നതാണ് ഇതുവരെയുള്ള കണക്ക്. പക്ഷേ UDFന്റെ ഭൂരിപക്ഷം ചെറുതല്ല. അത് പ്രതീക്ഷിച്ചതിന് അടുത്തേക്കെങ്കിലും മാറുന്നുണ്ട് എന്നതാണ്. 2000 കടക്കുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. 2000 കണക്ക് വന്നിരിക്കുന്നത് 7683 വോട്ടുകൾ UDF സ്ഥാനാർത്ഥി പിടിച്ചപ്പോൾ 6440 വോട്ടുകളാണ് 2 റൗണ്ട് പിന്നിട്ടപ്പോൾ ഭൂരിപക്ഷമാണ്. ഞാനിപ്പോഴും പറഞ്ഞു, വഴിക്കടവിൽ 3000 ഭൂരിപക്ഷമെങ്കിലും ലീഡെങ്കിലും പിടിക്കണം. UDFന് വലിയ ടെൻഷൻ ഇല്ലാതെ കരുളായി പോലുള്ള നഗരസഭ പോലുള്ള പോത്തുകൊല്ല് പോലുള്ള LDF മെജോറിറ്റിയുടെ LDF ബെൽറ്റുള്ള പഞ്ചായത്തിൽ കടക്കാൻ 3000 വേണം. ജ്യോതികുമാർ ശാമകലയാണെന്ന് തോന്നുന്നു ഈ 3000 വോട്ടൊക്കെ 3000ന്റെ ലീഡൊക്കെ ഒറ്റയടിക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് 2000-ൽ നിന്നാലും ആശങ്കയ്ക്ക് വഴിയുണ്ട്. നെക്ക് ടു നെക്ക് ഫൈറ്റ് ആകും. ഇഞ്ചോടിഞ്ച് മത്സരവും. 3-4 റൗണ്ടുകൾ കഴിയുമ്പോൾ 2000 കടക്കുമോ UDFന്റെ ഭൂരിപക്ഷം, അതോ അതിലും വർദ്ധിക്കുമോ, അതിൽ താഴേക്ക് പോകുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഓരോ നിമിഷവും നിർണായകമാണ്. പല സൂചനകൾ ഓരോ നിമിഷവും വരുന്നുണ്ട്. അൻവർ എഫക്റ്റ് വളരെ കൃത്യമായി തന്നെ വഴിക്കടവിൽ പ്രതിഫലിച്ചു എന്നുള്ളത് വ്യക്തമാണ്. മലയോര മേഖലയാണ്, മലയോര ഗ്രാമമാണ്. നേരത്തെ പറഞ്ഞ പന്നിക്കണിയുമായി ബന്ധപ്പെട്ട മരണമൊക്കെ സംഭവിച്ചെടുത്ത് അൻവർ അത് വളരെ കൃത്യമായി മുതലാക്കിയിരുന്നു. മലയോര കർഷകർക്കൊപ്പമാണ് താനെന്ന് പലപ്പോഴും പറഞ്ഞിരുന്ന അൻവർ അവിടെ നിലമ്പൂരിൽ അക്ഷരാർത്ഥത്തിൽ UDFനെയും LDFനെയും ഞെട്ടിച്ചുകൊണ്ട് മുന്നേറുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോഴും കാര്യാടൻ ഷൗക്കത്തിന് ഒരു കംഫർട്ടബിൾ ആയുള്ള മെജോറിറ്റി ഉണ്ട്. 1420 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ മലയോര മേഖലയാണ് ആ ഭാഗങ്ങൾ. ഈ ജമാഅത്തെ ഇസ്ലാമി വിവാദം തിരിച്ചടിച്ചോ? കത്തോലിക്ക കോൺഗ്രസിന്റെ നിലപാട് UDFന് ദോഷം ചെയ്തോ? അൻവറിന് കൃത്യമായിട്ട് വന്യജീവി മൃഗശല്യം വോട്ടാക്കാൻ കഴിഞ്ഞപ്പോൾ ഈ പന്നിക്കണി വിഷയത്തിൽ വരെ വലിയ പ്രതിരോധത്തിന് പോയി UDFന് അത് കഴിഞ്ഞില്ലേ എന്നുള്ളൊരു ചോദ്യമൊക്കെ വരുന്നുണ്ട്. ചില ഭാഗങ്ങളിൽ അപർണ നമുക്ക് ദൃശ്യങ്ങളൊക്കെ ലഭ്യമാകുന്ന ആഹ്ലാദ പ്രകടനങ്ങൾ UDF ക്യാമ്പിൽ നിന്ന് ആരംഭിച്ചു എന്നുള്ള ചില വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അത് ഒരുപക്ഷെ വളരെ കൃത്യമായി താഴെത്തട്ടിലെ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കുന്ന പ്രവർത്തകർ നേതാക്കളുമൊക്കെ ഇതൊരു വിജയത്തിന്റെ സൂചനയായി കാണുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ ചേർത്ത് വെക്കണം. കാരണം നമുക്കറിയാം 35-45 വോട്ടുകളുടെ ഭൂരിപക്ഷം LDFന് ഉണ്ടായിരുന്ന ഒരു പഞ്ചായത്താണ് കഴിഞ്ഞ തവണ അൻവർ 2770 വോട്ടുകൾക്ക് ജയിക്കുമ്പോൾ അവിടെ 1420 ആദ്യ 2 റൗണ്ടിൽ എന്നുള്ളത് ചെറിയ കാര്യമല്ല. അത് ആ UDF ക്യാമ്പുകൾ ആശ്വാസമാണ്. അൻവർ